ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മഹാഭാരത കഥ, ശ്രീമന്മഹാഭാരത കഥ. മഹാഭാരതം എന്നാലേ പഞ്ചമവേദം എന്നാണ് പറയുക. ജയമെന്നും അതിന് പേരുണ്ട്. മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിലെ കഥകളാണ് നമ്മളിവിടെ ഉദ്ധരിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ഇവിടെ യുദ്ധകഥയാണല്ലോ ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് യുദ്ധസന്നാഹം. ഇനി ഇതിലാണ് വിശ്വവിഖ്യാതമായ ഭഗവത്ഗീത വരുന്നത്. ഭീഷ്മപർവത്തിലാണ്. അപ്പം നമ്മൾ ഒന്നാമത്തത് മുതൽ തുടങ്ങാം. യുദ്ധം തുടങ്ങുവാൻ തീരുമാനിച്ചു. ഇരുഭാഗത്തുള്ള സൈന്യങ്ങളും കുരുക്ഷേത്രത്തിൽ വന്ന് അണിനിരന്നു. പാണ്ഡവ സൈന്യം കൗരവ സേനയ്ക്ക് നേരെ തിരിഞ്ഞ് കിഴക്കോട്ട് മുഖമായി പടിഞ്ഞാറു ഭാഗത്ത് നിലയുറപ്പിച്ചു. തൻ്റെ സൈന്യത്തിലുള്ളവരെ കണ്ടാൽ അറിയുന്നതിനായി ധർമ്മപുത്രർ പേരും മുദ്രയും ചേർന്ന അടയാളം എല്ലാവർക്കും നൽകി. രാജ്യത്തുള്ള എല്ലാ പുരുഷന്മാരും കുരുക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നതിനാൽ സ്ത്രീകളും ബാലന്മാരും വൃദ്ധന്മാരും മാത്രമേ അവരുടെ ദേശങ്ങളിൽ അവശേഷിച്ചിരുന്നുള്ളൂ. രണ്ട് സൈന്യങ്ങളും യുദ്ധത്തിനായി ഒരുങ്ങി നിന്നു. സേനാനായകന്മാർ മുന്നോട്ട് വന്ന് യുദ്ധം ചെയ്യേണ്ട വിധത്തെയും ധർമ്മത്തെയും അധർമ്മത്തെയും പറ്റിയുള്ള കരാർ തയ്യാറാക്കി. പാണ്ഡവപക്ഷത്തിൽ നിന്ന് ധൃഷ്ടദ്യുമ്നനും കൗരവപക്ഷത്തു നിന്ന് ഭീഷ്മരും കരാറിൽ ഒപ്പുവെച്ചു. ആയുധമില്ലാത്തവരോട് യുദ്ധം ചെയ്യരുത്. ആയുധം കയ്യിൽ നിന്നു വീണവനെ പ്രഹരിക്കരുത്. സമന്മാർ തമ്മിലെ പൊരുതാവോ. എന്തായുധം കൊണ്ട് ഇങ്ങോട്ട് നേരിടുന്നുവോ അതേ ആയുധം കൊണ്ട് മാത്രമേ അങ്ങോട്ട് എതിർക്കാവൂ. ആനയ്ക്ക് ആനയും കുതിരയ്ക്ക് കുതിരയും കാലാൾക്ക് കാലാളും തമ്മിൽ പൊരുതണം. വീണവനെ പ്രഹരിക്കരുത്. തിരിഞ്ഞോടുന്നവൻ്റെ നേരെ അസ്ത്രം ഉപയോഗിക്കരുത്. ആയുധം വെച്ചാൽ അഭയം കൊടുക്കണം. യുദ്ധം കഴിഞ്ഞാൽ എല്ലാവരും പ്രീതിയോടുകൂടി പെരുമാറണം. സൂതന്മാരിലും ചുമട്ടുകാരിലും ശസ്ത്രങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഭൃത്യന്മാരിലും വാദ്യം വായിക്കുന്നവരിലും ശസ്ത്രം പ്രയോഗിക്കരുത്. ന്യായഭംഗം ആരും ചെയ്യരുത് എന്നായിരുന്നു കരാർ. വ്യാസ ആഗമനം. ധർമ്മപ്രഖ്യാപനവും